ഒരിക്കലൊരു പ്രൊഫസർ സെൻ ബുദ്ധിസം പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സന്യാസിയുടെ അടുത്ത് പോയി. അപ്പോൾ സന്യാസി അദ്ദേഹത്തിന് ചായ പകർന്നു കൊടുത്തു. എന്നാൽ ചായക്കപ്പ് നിറഞ്ഞിട്ടും സന്യാസി ചായ ഒഴിക്കുന്നത് നിർത്തിയില്ല. അപ്പോൾ പ്രൊഫസർ ചോദിച്ചു, അങ്ങ് ചായക്കപ്പ് നിറഞ്ഞത് കണ്ടില്ലേ, വീണ്ടും ഒഴിച്ചിരിക്കുകയാണോ, അതിൽ സ്ഥലമില്ലല്ലോ. അപ്പോൾ സന്യാസി ചോദിച്ചു, ഇത് തന്നെയാണ് നിങ്ങളുടെയും അവസ്ഥ. നിങ്ങൾ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ പേറിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇനി സ്ഥലമില്ല നിങ്ങൾക്ക് പഠിക്കാൻ. അത് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പഠിക്കണമെങ്കിൽ പഴയ കാര്യങ്ങളിൽ മാറ്റം വരുത്താനും അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ മനസ്സിൽ നിന്നും അല്ലെങ്കിൽ ബ്രെയിനിൽ നിന്നും ഒഴിവാക്കിയിട്ട് സ്ഥലം കണ്ടെത്താനും ശ്രമിക്കേണ്ടതുണ്ട്. നമ്മൾ ചായക്കപ്പ് നിറഞ്ഞ പോലെ നമ്മുടെ സ്വന്തം ഈഗോ വെച്ച് എല്ലാം എനിക്കറിയാമെന്ന് ചിന്തിച്ചുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് പുതിയതായി ഒന്നും പഠിക്കാൻ കഴിയില്ല. പുതിയതായി പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ വളരുന്ന ലോകത്ത് നമുക്കൊരിക്കലും വിജയിച്ചു പോകാനും കഴിയില്ല. നമ്മളൊക്കെ പണ്ട് പഠിച്ച കാര്യങ്ങൾ അതേപടി പിന്തുടരുകയും ജീവിതത്തിൽ കാര്യമായ പുരോഗതിയൊന്നുമില്ലാതെ ജീവിക്കുകയുമാണ് ചെയ്യുക. എന്നാൽ ഇതിനൊരു മാറ്റം വരുത്തണ്ടേ? ഇതിനു വേണ്ടി നമ്മൾ അൺലേണിംഗ് എന്ന ഒരു സാങ്കേതികത്വം ഉപയോഗിക്കാം. അതായത് നമ്മൾ മുമ്പ് പഠിച്ച കാര്യങ്ങൾ മറക്കുക എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അത് മുമ്പ് പഴയ കാലഹരണപ്പെട്ട കാര്യങ്ങളൊക്കെ അതേപടി പിന്തുടരാതെ അതിലെന്ത് മാറ്റം വരുത്തി നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാമെന്ന് പഠിക്കുക. അതിന് 3 രീതികൾ നമുക്ക് ഉപയോഗിച്ച് നോക്കാം. ഒന്ന്, നമ്മൾ സ്വയം ചോദിച്ചുകൊണ്ടേയിരിക്കുക, ഞാൻ ഈ ചെയ്യുന്നത് ഇത് തന്നെയാണോ ശരിയായ രീതി? ഞാൻ ഇത്രയും വർഷം ചെയ്തു പോകുന്നതാണ്, എങ്കിലും ഇത് തന്നെയാണോ ശരിയായ രീതി? ഇതിൽ നിന്നും എളുപ്പമുള്ള എന്തെങ്കിലും രീതിയുണ്ടോ? മറ്റുള്ള ആളുകൾ ഇതുപോലെ ഇതിലും നല്ല രീതിയിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അല്ലാതെ ഞാൻ ഇതേപോലെ ചെയ്യും എന്ന് മനസ്സിൽ കണ്ട് ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ ഇന്ന് എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇരിക്കുമ്പോൾ നാം ഇന്ന് ഏത് അവസ്ഥയിലാണോ ഉള്ളത് ആ അവസ്ഥയിൽ തന്നെ ആയിരിക്കും. നമ്മുടെ ബ്രെയിനിന് ഒരു പ്രത്യേകതയുണ്ട്. ബ്രെയിൻ വളരെ മടിയുള്ള ഒരു അവയവമാണ്. അത് സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ ഈസിയായി ചെയ്യാൻ ശ്രമിക്കും. സ്ഥിരം ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിന് ഊർജം കൂടുതൽ വേണ്ടി വരും. അതുകൊണ്ട് അത് നമ്മെ പുതിയ കാര്യങ്ങൾ പഠിക്കണ്ട എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തും. അതുകൊണ്ട് ആദ്യമായി ചെയ്യേണ്ടത് നമ്മൾ ഇതുപോലെ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന് വേറെ ഏതെങ്കിലും വഴികളുണ്ടോ എന്ന് സ്വയം ചോദിച്ചു നോക്കുക. രണ്ടാമത്തേത്, മറ്റുള്ള ആളുകളുമായി ഇടപഴകി പ്രായം കൂടുതലുള്ളവരായാലും പ്രായം കുറഞ്ഞവരായാലും അവരിൽ നിന്നും എന്തെങ്കിലും പഠിക്കാനുണ്ടോ, അവർ ചെയ്യുന്ന നമ്മൾ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായ രീതികൾ ഉണ്ടോ എന്ന് പഠിക്കുക. നമ്മൾ സ്വയം ഈഗോ മാറ്റിവെച്ച് ഇങ്ങനെ പഠിക്കാൻ ശ്രമിച്ചാലേ നമുക്ക് പുതിയത് സ്വായത്തമാക്കാൻ കഴിയൂ. അതുപോലെ തന്നെ നമ്മൾ മിസ്റ്റേക്ക് പറ്റി എന്നത് അംഗീകരിക്കാൻ തയ്യാറാവുക. മിസ്റ്റേക്ക് പറ്റുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ മാത്രമേ വളർച്ച ഉണ്ടാവൂ. വളർച്ചയുടെ പാതയിൽ മിസ്റ്റേക്കുകൾ തീർച്ചയായും ഉണ്ടായിരിക്കും. അപ്പോൾ മിസ്റ്റേക്കുകൾ അംഗീകരിച്ച് വീണ്ടും മിസ്റ്റേക്ക് വരുത്താതെ മറ്റുള്ളവരോട് ഈ മിസ്റ്റേക്കുകളെ പറ്റി പറഞ്ഞ് ആ മിസ്റ്റേക്ക് എങ്ങനെ തിരുത്താമെന്ന് പഠിച്ച് മുന്നോട്ട് പോകാം. ഒരു പാമ്പ് വളരണമെങ്കിൽ അതിന്റെ പടം പൊഴിച്ചേ മതിയാവൂ. പാമ്പിന് പടം പൊഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, പടം പൊഴിച്ചില്ലെങ്കിൽ അത് മരിച്ചു പോകും. അതുപോലെ നമ്മളും കാലത്തിനനുസരിച്ച് മാറ്റം വരുത്താൻ തയ്യാറാവണം. നമ്മൾ പഴയ ഒരു ജോലി ചെയ്യുമ്പോൾ 10 വർഷം മുമ്പത്തെ സർട്ടിഫിക്കറ്റ് വെച്ച് ഇന്നും അതേ ജോലി ചെയ്യാൻ കഴിയില്ലല്ലോ. ഇന്ന് പുതിയ ടെക്നോളജി വരുന്നു, കമ്പ്യൂട്ടർ പഠിക്കണം, AI പഠിക്കണം. അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാതെ നമുക്ക് ജീവിതത്തിൽ അല്ലെങ്കിൽ ജോലിയിൽ പുരോഗതി നേടാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഇത് ഫോളോ ചെയ്യുക. അതായത് നമ്മുടെ അഹങ്കാരങ്ങളൊക്കെ മാറ്റിവെച്ച്, ഞാനെല്ലാം പഠിച്ചു എന്ന അഹങ്കാരം മാറ്റിവെച്ച് എനിക്കൊന്നും അറിയില്ല എന്ന രീതിയിൽ ഒരു കുഞ്ഞിനെ പോലെ ഓരോ കാര്യങ്ങളെയും ഒരിക്കൽ കൂടി വീണ്ടും വീണ്ടും ചോദിച്ച് മനസ്സിലാക്കി എങ്ങനെ അത് നന്നാക്കാം, എൻ്റെ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താം, ഞാൻ എൻ്റെ സ്വഭാവം എങ്ങനെ മെച്ചപ്പെടുത്താം, ഇതൊക്കെ സ്വയം ചിന്തിച്ച് മറ്റുള്ളവർ ചെയ്യുന്നതും മറ്റുള്ള വിവരങ്ങളും പുസ്തകങ്ങളും എല്ലാം വായിച്ചു നോക്കി കൂടുതൽ ഊർജ്ജസ്വലമായി നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി
ഉപകാരപ്പെടുന്നതിന് വേണ്ടി വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്യുക. ഇനി പുതിയ പുതിയ നല്ല വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു.